പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വലിയ മാധ്യസം ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ ധനികനായ ചെറുപ്പക്കാരൻ്റെ സംഭവത്തിലേക്ക് മടങ്ങുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 22 വരെയാണ് നമ്മൾ കണ്ടത്. മർക്കോസ് 10:22 മുതൽ. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്. അതായത് ഒരിക്കൽ കൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മൾ അവകാശപ്പെടുത്തുന്നതല്ല. നമുക്കെന്തെങ്കിലും നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ദൈവം തരുന്ന സമ്മാനം അല്ല. നമ്മൾ ജോലി ചെയ്തപ്പോൾ ദൈവം തരുന്ന കൂലി, പ്രതിഫലം അല്ല. നമ്മൾ പ്രവർത്തിച്ചതിന് ദൈവം തരുന്ന കൂലിയല്ല, അവകാശമല്ല, പ്രതിഫലമല്ല. മറിച്ച് ദൈവരാജ്യം ക്രിസ്തുവിലൂടെ ദൈവം ലോകത്തിന് തന്ന ദാനമാണ്, സൗജന്യദാനമാണ്. അതാണ് എഫേസ്യോസ് 2:8, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് ആരുടെയും പ്രവൃത്തികളുടെ ഫലമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ഇത് ഇന്ന് നമുക്ക് കുറച്ച് മനസ്സിലാവും. എന്നാലും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല, കുറച്ച് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമുക്കിത് കുറച്ച് മനസ്സിലാവുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ ഇത് ആർക്കും മനസ്സിലാവില്ലായിരുന്നു. കാരണം ഓരോ വ്യക്തിയും, പ്രത്യേകിച്ച് പരിസേര് നിയമജനം എല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ എന്തോ ചെയ്തപ്പോൾ അതിൽ ദൈവം പ്രസാദിച്ചിട്ട് ദൈവം ഞങ്ങൾക്ക് തന്ന സമ്മാനമാണ് ദൈവരാജ്യം. അല്ലെങ്കിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് എന്ന് ചിന്തിച്ചിരുന്നൊരു സമൂഹം. ഇന്നും മതം അങ്ങനെ ചിന്തിക്കുന്നത്. എല്ലാ മതങ്ങളും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. നിങ്ങളിങ്ങനെ നേർച്ച ഇടൂ, ദൈവം പ്രസാദിക്കും. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്തേ. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളിന്നൊരു 10 മിനിറ്റ് കൂടുതൽ പ്രാർത്ഥിച്ചു, നമ്മുടെ ഉള്ളിലൊരു സന്തോഷം വരും. എന്താ? ദൈവത്തിന് ഇന്ന് എന്നെക്കുറിച്ച് കുറച്ച് സന്തോഷം ഉണ്ടായി കാണും. അങ്ങനെയാണ് മതം ചിന്തിക്കുന്നത്. എല്ലാ മതാത്മകതയുള്ള മനുഷ്യരും, എല്ലാ റിലീജിയസ് ആയ ആളുകളും അങ്ങനെ ചിന്തിക്കൂ. നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് കുരിശടിയിൽ ഒരു 10 രൂപ കാണിക്ക കിട്ടുമോ? കാണിക്ക കിട്ടപ്പോൾ നമ്മൾ വിചാരിക്കും, ഊതാത്ത ദൈവത്തിന് നമ്മളോടൊരു വലിയ സ്നേഹം ഉണ്ടായി കാണും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കത്തില്ല എന്ന് പറഞ്ഞാലും സൂക്ഷ്മമായിട്ട് അന്നേരം ആലോചിച്ച് നോക്കിയത്, അന്നേരം ഒരു ഇച്ചിരൂടെ ഒന്ന് നൂരും നമ്മൾ. അതായത് മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്നത് ദൈവം പ്രസാദിക്കുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തികളിലാണ് എന്നാണ്, പ്രവൃത്തികളിലല്ല. ഹെബ്രായർ 11:6 എന്താണ്? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒറ്റ കാര്യത്തിനെ പറ്റൂ, വിശ്വാസം. എന്ത് വിശ്വാസം? പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും എന്ന വിശ്വാസമല്ല, യേശു ക്രിസ്തു എന്ന ദൈവപുത്രനിലുള്ള വിശ്വാസം. വളരെ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു. കേട്ടോണം, പ്രവർത്തിക്കുന്നു. എന്തെന്നറിയോ? പോയ വഴിക്ക് ഒരുത്തനെ കണ്ടപ്പോൾ ഒരു 500 രൂപ കൊടുത്തു. ഈ കൊടുത്തത് കൊണ്ട് ദൈവം പ്രസാദിക്കുമെന്ന് ഓർത്തിട്ടല്ല, മറിച്ച് കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. വ്യത്യാസം കണ്ടോ? പ്രവൃത്തി വന്ന കണ്ടോ? ഈ പ്രവൃത്തി കൊണ്ട് പ്രത്യേകിച്ച് ദൈവത്തിന് സന്തോഷമൊന്നുമില്ല. പക്ഷെ വിശ്വസിക്കുന്നവൻ ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂ. വേറൊരു രീതി പ്രവർത്തിക്കാൻ പറ്റില്ല. വേറൊരു രീതി പ്രവർത്തിക്കുന്നവന് വിശ്വാസമില്ല. ഈ വിശ്വാസം ഇല്ല. ഇപ്പോൾ ഒരാളോട് പിണങ്ങുമ്പോൾ
പിണങ്ങിയതിനെക്കുറിച്ചൊരു ഭാരം, സങ്കടം, വിഷമം, എങ്ങനെയെങ്കിലും അത് പരിഹരിക്കണമെന്നൊരാഗ്രഹം, ക്ഷമിക്കണം അല്ലെ ക്ഷമ വാങ്ങിക്കണം. വിശ്വാസമുള്ളവന് പിന്നെ ഒരു കുർബാന അർപ്പിക്കണമെങ്കിൽ പിണക്കം തീർത്താലേ പറ്റൂ. മനസ്സിലായില്ലേ? ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതുകൊണ്ട് ദൈവത്തിന് എന്നെക്കുറിച്ച് സന്തോഷം ഇല്ല, ഒരു സന്തോഷമില്ല. വിശ്വാസമുള്ളത് കൊണ്ടാണ്. വിശ്വാസമുള്ളത് കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മളിത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മളെ കർത്താവ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഉള്ളിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രവൃത്തിയുണ്ട്, പക്ഷെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ല. പ്രവൃത്തി ഇതിൻ്റെ റിസൾട്ടാണ്, ഇതിൻ്റെ കുഞ്ഞാണ്, ഈ വിശ്വാസത്തിൻ്റെ കുഞ്ഞാണ്. അപ്പം ഇപ്പോഴും മതം ചിന്തിക്കുന്നത്, ഇപ്പോഴും ക്രൈസ്തവ സഭകളിൽ പലരും ചിന്തിക്കുന്നത് നമ്മളെന്തോ പ്രവർത്തിച്ചതിൽ ദൈവം സന്തോഷിച്ച് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ല. നിങ്ങൾക്കൊരു സംശയം വരാം, അപ്പം ചില പ്രവൃത്തികൾ ചെയ്താൽ അനുഗ്രഹം കിട്ടുന്നതോ? അത് ചോദ്യം വന്നൂടെ? ഉദാഹരണം, ദശാംശം കൊടുക്കുന്നവർക്ക് സാമ്പത്തികമായ അനുഗ്രഹം കിട്ടുമോ? ഇല്ലയോ? കിട്ടും. അപ്പം അത് കിട്ടുന്നതോ? അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരട്ടെ. നീ ദശാംശം കൊടുത്തപ്പോൾ ഇവൻ ദശാംശം കൊടുത്തല്ലോ, ഇവനെ അനുഗ്രഹിച്ചു കളയാം എന്ന് പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കുന്നതല്ല. ഏത് ദൈവവചനം ആരനുസരിച്ചാലും അതിനകത്തൊരു അനുഗ്രഹം ഉണ്ട്. അതിനെ ദൈവപ്രസാദമായിട്ടൊന്നും കാണരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ? അതിനൊന്നും ദൈവപ്രസാദമായിട്ട് കാണരുത്. അത് ദൈവപ്രസാദമൊന്നുമില്ല. അത് ഇങ്ങനെ ചെയ്താൽ ഇതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടൊരു സാധനമാണ്. നീ ഇങ്ങനെ ചെയ്താൽ ഇതിന് ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്, നീ ഇങ്ങനെ ചെയ്തു ഇതിനൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് കിട്ടും, നിത്യജീവൻ കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിത്യജീവൻ കിട്ടുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന് പ്രഘോഷിക്കുന്നത്. നിത്യജീവൻ ലഭിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവരാജ്യം അവകാശപ്പെടുത്താനൊന്നും പറ്റില്ല. അപ്പോൾ ഇവൻ വിചാരിച്ചു വച്ചിരിക്കുന്നത്, ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് നിത്യജീവൻ കിട്ടും, അതൊന്ന് ഉറപ്പിക്കാമല്ലോ. ഇങ്ങനെ ആകുമ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ്. ഗുരു, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ എനിക്ക് നിത്യജീവൻ കിട്ടും എന്നെനിക്കൊന്ന് ഒന്നുകൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഈ ചോദ്യം. അപ്പം ഈ വചനം കേട്ട് സങ്കടപ്പെട്ട് അവൻ തിരിച്ചു പോയപ്പോൾ ഈശോയുടെ പെഡഗോജി എന്താണ്? ബോധനശാസ്ത്രം എന്താണ്? ഒരു ക്രൈസിസ് വന്നാൽ അതിനെ ടീച്ചിങ്ങിനുള്ള അവസരമായിട്ട് മാറ്റും. അപ്പോൾ കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങി. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു. 3 തവണ ഒരു കാര്യം പറയാൻ പോവാണ്, ഒരു കാര്യം 3 തവണ ആവർത്തിക്കാൻ പോവാണ്. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും 2ാമത് അവരോട് പറഞ്ഞു, മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. 3:25 ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ഒറ്റ കാര്യമാണ് 3 തവണ പറയാം. നടക്കില്ല, ഇമ്പോസിബിൾ. മനസ്സിലായോ? സത്യം. ഇത്രയും കട്ടിക്ക് പറയുകയാണ്. സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പണക്കാരും നരകത്തിൽ പോകുന്നതാണോ? അല്ല. എന്താണ് സമ്പന്നൻ? സമ്പന്നൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഈ പണം മാത്രമല്ലത്, തനിക്കുള്ള എന്തെങ്കിലും തന്നെ നിത്യതയിൽ എത്തിക്കുമെന്ന് തെറ്റിദ്ധരിച്ചവരെല്ലാം സമ്പന്നരാണ്. നമുക്കുള്ള എല്ലാ റിസോഴ്സസും സമ്പത്താണ്. ഒരുത്തിന് പൈസ, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, പക്ഷെ ഭയങ്കര കഴിവുണ്ട്. ആ കഴിവിൽ അവൻ ഭയങ്കരമായിട്ട് ആശ്രയിക്കുകയാണ്. കഴിവ്, ഞാൻ എല്ലാം ഇങ്ങനെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ പവട്രിയെ സഹായിക്കുന്ന ആളാണ്, ഞാൻ അതാണ്, അതുകൊണ്ട് ഞാൻ നീ സമ്പന്നനാണ്, നീ ദൈവരാജ്യത്തിൻ്റെ 7 അയലത്ത് പോലും വരുത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്തുമാത്രം സീരിയസ് ആയിട്ട് നമ്മളിത് മനസ്സിലാക്കണം. നമുക്ക് ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റൂ. മനുഷ്യൻ്റെ ഒരു റിസോഴ്സസ് അതിന് പറ്റില്ല. അപ്പം യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്ത് പ്രവേശിക്കുക എത്ര പ്രയാസം. അവൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചതിൻ്റെ കാരണം എന്താ?
പഴയ നിയമം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഭൗതിക അനുഗ്രഹം, സമ്പത്തൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് വചനത്തിലൂടെ മുഴുവൻ, പഴയ നിയമത്തിലൂടെ മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വചനം പാലിച്ചാൽ ഈ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് അവർ വിചാരിച്ചു വെച്ചിരിക്കുകയാണ് ആ വചനങ്ങൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തതിന് കിട്ടിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ സാമ്പത്തിക പുരോഗതി എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോഴതുകൊണ്ടാണ് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടത്. എന്നിട്ട് പറയുകയാണ്, അത്ഭുതപ്പെട്ടു, വിസ്മയിച്ചു. അതെങ്ങനെ ശരിയാവും? സമ്പത്ത് ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തോടാണ് പറയുന്നത്, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, അയ്യോ മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം മക്കളെ. 3, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം, സൂചിക്കുഴ. ഒട്ടകം എന്തുകൊണ്ടാണ് ഒട്ടകവും സൂചിക്കുഴയും? കർത്താവ് ഒരു ജോക്കടിച്ചാണ് ഇവിടെ, തമാശ പറഞ്ഞാണ്. ശരിക്കും തമാശ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹ്യൂമർ സെൻസിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞാണിത്. എന്താണത്? ഒട്ടകം എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ യഹൂദര് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മൃഗമാണ് ഒട്ടകം. 1-ാം നൂറ്റാണ്ടിലെ യഹൂദരുടെ മനസ്സിലുള്ള ഏറ്റവും ചെറിയ സുഷിരമാണ് സൂചിക്കുഴ. പിടികിട്ടിയോ? അതാണ് ഈ ഒട്ടകവും സൂചിക്കുഴയും. അവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മൃഗത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, ആ മൃഗം നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ സുഷിരമായ ഈ സൂചിക്കുഴയിലൂടെ കയറില്ല എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. മനസ്സിലായോ? ഞാൻ ഈ വചനത്തെ വ്യാഖ്യാനിച്ച് ഭയങ്കര തമാശാക്കിയിട്ടുണ്ട് ആളുകൾ. തമാശ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കർത്താവിന് പൈസ ഉള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ല എങ്ങനെയെങ്കിലും ഈ സമ്പത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ വചനത്തെ ന്യായീകരിച്ച് പാടുപെടുന്ന കണ്ടിട്ടുണ്ട്. സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ ജെറുസലേമിലെ ഒരു കവാടായിരുന്നെന്നും അതിനകത്തോട് ഒട്ടകം പ്രയാസപ്പെട്ട് അപ്പുറത്ത് പോകുമായിരുന്നെന്നും അങ്ങനെ ഇച്ചിരി ഞെരുങ്ങിയ ആണെങ്കിലും കയറാൻ പറ്റുമെന്നും എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ടീമുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇമ്പോസിബിൾ എന്നാണ്, നടക്കില്ലെന്നാണ്. മനസ്സിലായോ? ഇനി അതിനകത്ത് ഒട്ടകത്തെ ചെറുതാക്കേണ്ട, ഒരു കടുകിൻ്റെ വലിപ്പമുള്ള, ഹോമിയോ ഗുളികയുടെ വലിപ്പമുള്ള ഒട്ടകമായിരുന്നു. അത് സൂചിക്കുഴയിലൂടെ കയറി എന്നൊന്നും പറഞ്ഞ് ഇതിനെ എളുപ്പമാക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, ഇമ്പോസിബിൾ, നടക്കില്ല. നിന്റെ ശക്തി കൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. നീ ചെയ്ത ഒരു പ്രവൃത്തിക്കും ദൈവരാജ്യത്തെ സ്വീകരിക്കാൻ നിനക്ക് കൊണ്ടുവന്ന് തരാനുള്ള കഴിവില്ല. ഇമ്പോസിബിൾ. ആ ഇമ്പോസിബിലിറ്റിയാണ് ഒട്ടകവും സൂചിക്കുഴയും. അപ്പോൾ ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രവൃത്തിക്ക് ഇത് അസാധ്യമാണ്, ദൈവത്തിന് ഇത് സാധ്യമാണ്. ദൈവം ഫ്രീ ആയിട്ട് തന്നാൽ നീ കയറും. പിടികിട്ടിയോ? ഇത് നീ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അതിനാണ് ഈ മുഴുവൻ കാര്യവും പറയുന്നത്. ഇത് നീ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. എഫേസോസ് 2. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷ തികച്ചും സൗജന്യദാനമാണ്. വായിച്ചേ. യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധിക്കും. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? മറ്റവനോടല്ല പറഞ്ഞേ, നിനക്കുള്ളതെല്ലാം കളഞ്ഞിട്ട് വരാനല്ലേ പറഞ്ഞേ. പത്രോസ് പറയാണ്, കർത്താവേ, അവൻ സങ്കടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് നീ സങ്കടപ്പെടണ്ട, നീ പറഞ്ഞത് ചെയ്ത് ഞങ്ങളിവിടെ ഉണ്ട് നിൻ്റെ കൂടെ. അതാണ് ഇങ്ങനെ പറയാൻ കാരണം. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. ഉപേക്ഷിച്ചല്ലേ വന്നേ? വഞ്ചിയും വള്ളവും പിന്നെ വലയും. സഹോദരിപുത്രന്മാരാണ് അപ്പനെയും, പിന്നെ ഇദ്ദേഹത്തിനും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. ആർക്ക്? പത്രോസിന് ഉണ്ടായിരുന്നു. അവരെയൊക്കെ പിന്നെ ജന്മത്ത് കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ എല്ലാം സത്യമാണ് കേട്ടോ, പറഞ്ഞത് സത്യമാണ്. എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ വന്നിരിക്കുകയാണ്. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച്. നീ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞില്ലേ, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരാൻ? അവൻ സങ്കടപ്പെട്ടു പോയില്ലേ? കർത്താവേ, നീ വിഷമിക്കല്ലേ, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ഇതാ നിൻ്റെ പിന്നാലെ വന്നിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ
വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും, കേട്ടോ, ഇവിടെ വച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല. ഇവിടെ വച്ച് തന്നെ. വിറ്റിട്ട് വരാനാ പറഞ്ഞേ. വിറ്റിട്ട് വന്നവനോട് പറയാണ്, വിറ്റതിനേക്കാളും ഇവിടെ വച്ച് തന്നെ. എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നോർത്ത് വിഷമിക്കേണ്ടി വരില്ല. അതാണ്. അതിനകത്ത് ദൈവം ഭയങ്കര വിശ്വസ്തനാണ്. എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നോർത്ത് വിഷമിക്കേണ്ടി വരില്ല. നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയുടെ തരികയും ചെയ്യും. വേറൊരു കാര്യം കൂടെ തരും, ഇതിനകത്തൊന്നും ഒരു സന്തോഷമില്ലാത്ത ഒരാത്മാവിനെയും തരും. വ്യത്യാസം മനസ്സിലായോ? മറ്റേത് 10 സെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ, 10 സെൻറ്റിലായിരുന്നു സന്തോഷം. 10 സെൻറ്റ് ഉപേക്ഷിച്ചു, 10 ഏക്കർ തന്നു, പക്ഷെ 10 ഏക്കറിൽ ഇവന് സന്തോഷം ഇല്ലാതാനും. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ദൈവരാജ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവര് പട്ടിണിക്കോലങ്ങളായിട്ട് മാറുമെന്നല്ല പറയുന്നത്. അവർക്കെല്ലാം ഉണ്ടാവും, അപ്പോഴും അവരുടെ ആശ്രയം അതിലായിരിക്കില്ല, കർത്താവിലായിരിക്കും. അഭിമാനിക്കുന്നവൻ കർത്താവിൽ മാത്രം അഭിമാനിക്കും, സന്തോഷിക്കുന്നവൻ കർത്താവിൽ മാത്രം സന്തോഷിക്കും. അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്, നിന്റെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ദൈവമേ, അങ്ങല്ലാതെ ഭൂമിയിൽ എനിക്ക് ആരുമില്ല, സ്വർഗത്തിൽ അങ്ങയല്ലാതെ ഞാൻ ആരെയും തേടുന്നില്ല. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്തേക്കാൾ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ ആനന്ദം തന്നു. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരി പഴങ്ങളില്ലെങ്കിലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. വ്യത്യാസം മനസ്സിലായോ? ഇതാണ് രക്ഷയുടെ സന്തോഷം. രക്ഷിക്കപ്പെട്ടവന് പണമൊക്കെ ഉണ്ടാവും, പക്ഷെ അവൻ്റെ സന്തോഷം അതിനകത്തൊന്നും അല്ല. മനസ്സിലായോ? സന്തോഷം അതിനകത്തൊന്നുമില്ല. ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. രക്ഷിക്കപ്പെട്ടവന് ബൈക്ക് ഉണ്ടാവും, പക്ഷേ ബൈക്ക് തട്ടിയാലൊന്നും അവന് വിഷമമൊന്നും വരുത്തുന്നില്ല. ബൈക്ക് തട്ടിയാൽ ബൈക്ക് തട്ടണമെന്ന് വിചാരിക്കും. മനസ്സിലായി? രക്ഷിക്കപ്പെട്ടവന് കാറുണ്ടാവും, പക്ഷെ കാറിനകത്ത് ആരെയും കെട്ടത്തില്ല, പൊടി കയറാൻ പറ്റത്തില്ല. കാറിനകത്ത് കാർ ഇടിച്ചാൽ ഭയങ്കര പ്രയാസം, അങ്ങനെയൊന്നുമില്ല. കാറാണ്, കാർ യാത്രയുള്ള സാധനമാണ്, അത്രേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടവൻ നടന്നേ പോകും, അങ്ങനെയൊന്നുമില്ല. മനസ്സിലായില്ലേ? രക്ഷിക്കപ്പെട്ടവൻ ഫ്ലൈറ്റിൽ ചിലപ്പോൾ യാത്ര ചെയ്യാം, പക്ഷെ ഫ്ലൈറ്റിൽ കയറുന്നതിനകത്തല്ല അവൻ്റെ സന്തോഷം. ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിലൊന്നും പോസ്റ്റ് ചെയ്യത്തൊന്നുമില്ല. ഓരോരുത്തരുടെ സന്തോഷം എന്തിലാണെന്നറിയാം, ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ മതി. ഡെയിലി എടുത്ത് ഇടുകയാണ്. വിധിക്കൊന്നുമല്ല, പക്ഷേ സന്തോഷം മുഴുവൻ കിടക്കുന്ന ഈ കാര്യങ്ങളിലാണ്. കുർബാന സ്വീകരിച്ചത് ഈ സന്തോഷമൊന്നുമില്ല രാവിലെ. മനസ്സിലായില്ലേ? ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്തതിലാണ് സന്തോഷം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമുക്ക് ഒറ്റ വിഷയത്തിലുള്ള സന്തോഷം എന്തിനാണെന്നറിയോ? നമുക്ക് കർത്താവിനെ അറിയാൻ പറ്റി, കർത്താവിൻ്റെ കൂടെ പോരാൻ പറ്റി. ഈ പാവിയെ, ഈ പതിതനെ, ഈ പരാജിതനെ, ഈ തോറ്റവനെ, ഈ നാശം പിടിച്ചവനെ അവിടുന്ന് കൂടെ കൂട്ടി. അത് മാത്രമേ ഉള്ളൂ സന്തോഷം. വേറെ ഒരു കാര്യത്തിലും സന്തോഷമില്ല. ബാങ്ക് ബാലൻസിൽ സന്തോഷമില്ല, വണ്ടി സന്തോഷമില്ല, പേരിൽ സന്തോഷമില്ല, യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൽ സന്തോഷമില്ല. എന്താ ഉള്ളു സന്തോഷം? ഒറ്റ കാര്യത്തിലുള്ള സന്തോഷം. സന്തോഷം കർത്താവിൽ. ദൈവമേ, നീ ഈ പാവിയെ കൂടെ കൂട്ടിയല്ലോ, നിന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിക്കാൻ പറ്റിയല്ലോ, നിന്നെ വിളിക്കാൻ പറ്റിയല്ലോ. ഇത് മാത്രമേ, ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് മാത്രമേ സന്തോഷിക്കാവൂ. വേറെ ഒന്നിലും സന്തോഷം, ഒന്നിലും വേറെ എന്തിലെങ്കിലും. ഇപ്പം നിങ്ങൾ ആരോഗ്യത്തിൽ സന്തോഷം വെച്ചാൽ നിങ്ങൾ രോഗിയാവുമ്പോൾ ഒത്തിരി സങ്കടപ്പെടും. നിങ്ങൾ സൗന്ദര്യത്തിൽ നിങ്ങളുടെ സന്തോഷം വെച്ചാൽ നിങ്ങൾ വിരൂപരാകുമ്പോൾ ഒത്തിരി സങ്കടപ്പെടും. നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ സന്തോഷം വെച്ചാൽ സമ്പത്ത് പോകുമ്പോൾ നിങ്ങൾ കുലുങ്ങിപ്പോവും. മനസ്സിലായോ? ഈശോയിൽ സന്തോഷം വെച്ചാൽ എന്തു പോയാലും ആര് പോയാലും നിങ്ങൾ അപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. അപ്പോൾ യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെ, ഈ മാതാവ് പിതാവ് മക്കളൊക്കെ പത്രോസിനെ ഉദ്ദേശിച്ചാണ്. കൊച്ചിനെ കാണാത്തതിൻ്റെയൊക്കെ സങ്കടം കാണും ഈ പത്രോസിന്, അല്ലേ? കുഞ്ഞിനെ കാണാത്തതിൻ്റെയൊക്കെ വിഷമം കാണും. അപ്പോൾ മക്കളെയോ
ഒക്കെ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും. ഇതിൻ്റെ 2 അർത്ഥമുണ്ട്. ഒരർത്ഥം, ഒന്നാമത്തെ ഏറ്റവും സിമ്പിളായ അർത്ഥം, ഒരു വീട് ഉപേക്ഷിച്ചവന് ഒരുപാട് വീട് കിട്ടും. പേരിൽ എഴുതി കിട്ടണമെന്നില്ല, ചെല്ലുന്നിടത്തെല്ലാം വീടുണ്ടാവും. അതാണ് ചെല്ലുന്നിടത്തെല്ലാം വീടുണ്ടാവും. ചെല്ലുന്നിടത്തൊക്കെ വാതിലുകൾ എവിടെയെങ്കിലും ദൈവം തുറന്നിട്ടിട്ടുണ്ടാവും. അതാണ് ഒരു കാര്യം. 2, സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ റിസോഴ്സസ് എവിടെയെങ്കിലും ദൈവം കരുതി വെക്കും. അത് നീ വിചാരിക്കുന്നതിനേക്കാളും കിട്ടും. വേറൊന്ന്, നമ്മൾ കാണാത്ത വേറൊരർത്ഥമുണ്ട് ഇതിന്. ഉപേക്ഷിച്ചവരിൽ ആർക്കും, ത്യജിച്ചവരിൽ ആർക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ, ഒരമ്മയെ ഉപേക്ഷിക്കുമ്പോൾ ഒരുപാട് അമ്മമാരെ കിട്ടും. എന്തിനാണെന്നറിയോ? കേട്ടോണം, നമ്മൾ വിചാരിക്കുന്നല്ല. ഒരുപാട് അമ്മമാരെ കിട്ടും. ആ അമ്മമാരുടെ സ്നേഹം സ്വീകരിക്കാനല്ല, ഒരുപാട് പേരെ അമ്മമാരായി കരുതാനുള്ള കൃപ കിട്ടും. തിരിച്ചാ ഇപ്പോൾ വീട്ടുകാര്യത്തിൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധ, അവർ രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. പക്ഷെ നീ എൻ്റെ പുറകെ വന്നു കഴിഞ്ഞാൽ നിനക്ക് കോളനിയിലുള്ളവരും നിൻ്റെ വീട്ടുകാരാവും. വീടിൻ്റെ വലിപ്പം കൂടും. അതാ എൻ്റെ അർത്ഥം. മനസ്സിലായോ? സ്വന്തം മക്കൾക്ക് വേണ്ടി ഈ ഭാരമുണ്ട്, അതേ ഭാരം അയലോക്കത്തുള്ളവൻ്റെ മക്കളെക്കുറിച്ചും വരും. അതാണ് എൻ്റെ 2ാമത്തെ അർത്ഥം. ഇനി എന്നിട്ട് എന്താണ്? വയലുകളും, ഇനി നമ്മൾ കാണാതെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് വിടാൻ സാധ്യതയുണ്ട്, പീഡനങ്ങളും അതതിൻ്റെ കൂടെ ഉണ്ട്. ഇതെല്ലാം കിട്ടുന്ന സമയത്ത് വിചാരിക്കരുത് കോളടിച്ച് ലോട്ടറിയൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ല. എന്താ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം ഒരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും. മർക്കോസ് എഴുതുന്നത് പീഡിപ്പിക്കപ്പെട്ടൊരു സഭയോടാണ്. പീഡനങ്ങളും, വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. മുമ്പന്മാരിൽ പലരും പിൻപന്മാരും, പിമ്പന്മാരിൽ പലരും മുമ്പ്. ആരാണ് മുമ്പന്മാർ? യഹൂദര്, ഈ പരിസയര്. പിമ്പന്മാരാരാ? ഇപ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ. മുമ്പന്മാർ പിമ്പന്മാരും, പിമ്പന്മാർ മുമ്പന്മാരുമായി മാറും. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ ദൈവരാജ്യത്തെ വിലമതിക്കാനും ഞങ്ങളുടെ ഒരു പ്രവൃത്തിയും ദൈവരാജ്യം അവകാശമാക്കാൻ പര്യാപ്തമല്ലെന്ന് തിരിച്ചറിയാനും പരിപൂർണമായി കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ദൈവമേ, ഈ ലോകത്തിൽ മറ്റൊന്നിലും സന്തോഷം കണ്ടെത്താതെ അങ്ങയിൽ മാത്രം സന്തോഷം കണ്ടെത്താനും ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.